എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടംപസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2026 ജൂലൈ 24 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ്. ഇനി അതല്ല എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ, അതായത് 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബിയുടെ പുനഃസംഘടന പഠിക്കാനായിട്ട് രൂപീകരിച്ച 5 അംഗ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ ആരാണ്? അപ്പൊ എന്താണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ അഥവാ കിഫ്ബിയുടെ പുനഃസംഘടന പഠിക്കാനായിട്ട് രൂപീകരിച്ച 5 അംഗ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ ആരാണ്? സുധാ പിള്ളയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. നമുക്കറിയാം 1999 എന്ത് ചെയ്യുന്നത് കിഫ്ബി രൂപീകൃതമാവുന്നത്. അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് 1999 എന്ന് പറയുന്ന ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് കിഫ്ബി രൂപീകൃതമാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് നൽകുന്ന ഒരു ഏജൻസിയാണ് എന്ന് പറയുന്നത് കിഫ്ബി എന്ന് പറയുന്നത്. നമുക്കറിയാം റോഡ്, അതുപോലെ തന്നെ ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, പാലങ്ങൾ, അപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യമായിട്ടുള്ള ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ ഫണ്ട് നൽകുന്ന ഒരു ഏജൻസിയാണ് കിഫ്ബി എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള കിഫ്ബിയുടെ പുനഃസംഘടന പഠിക്കാനായിട്ട് ഒരു 5 അംഗ വിദഗ്ധ സമിതി എന്ത് ചെയ്തിരിക്കുന്നു, രൂപീകരിച്ചിരിക്കുന്നു. അതിന്റെ അധ്യക്ഷ സുധാ പിള്ളയാണെന്ന് ഓർക്കുക. ദെൻ കിഫ്ബി രൂപീകൃതമായത് 1999 ആണ്. 1999 ഏത് ആക്ട്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് പ്രകാരമാണ് എന്ത് രൂപീകൃതമായത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിക്കാം. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് ഫോഴ്സ് എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർ ഒന്ന് ഓർത്തു വെച്ചിരുന്നത് നന്നായിരിക്കും കേട്ടോ. അതായത് സംസ്ഥാന എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാൻ കേരള സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു, അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം പുതിയൊരു ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ പറയുന്ന ലഹരിക്കെതിരായിട്ടൊക്കെ ഒരുപാട് ശക്തമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് പദ്ധതികൾ നടത്തുന്നുണ്ട്, ഒരുപാട് പുതിയ രീതിയിലുള്ള ഫോഴ്സുകളും മറ്റുമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ സംസ്ഥാന എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാനായിട്ട് കേരള സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു, അനുമതി നൽകിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്ത് ചെയ്യുന്നത് രൂപീകരിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനം ആദ്യമായിട്ട് ഇത്തരത്തിലൊരു സംവിധാനം രൂപീകരിക്കാൻ പോവുകയാണ്. അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ ഒരു സംസ്ഥാന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ എന്തെന്ന് പറയുന്നത് തലവൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന എക്സൈസ് കമ്മീഷണറും, അതുപോലെ തന്നെ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എക്സൈസ് കമ്മീഷണറുടെ കാര്യാലയം, അതായത് ഇപ്പോൾ തിരുവനന്തപുരത്താണ്. സോ തിരുവനന്തപുരത്തും ആയിരിക്കും എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ വന്യജീവി സംഘർഷമാണ്. നമുക്കറിയാം അതൊരു സ്ഥിരം കഥയാണ് അല്ലെ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനായിട്ട് വനത്തിനുള്ളിൽ തന്നെ വന്യജീവികളുടെ ശാസ്ത്രീയ പുനരധിവാസം അഥവാ വന്യജീവികളുടെ ട്രാൻസ്ലൊക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് കേരളം ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സോ ഇത് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ട്രാൻസ്ലൊക്കേഷൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളൊക്കെ യൂസ് ചെയ്യാം എന്നൊരു നിർദ്ദേശം വനംവകുപ്പൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെ തുടർന്നാണ് നമ്മളിത് പറയാനായിട്ട് പോകുന്നത്. അതായത് ഒരേ ജീവിവർഗം ഒരു സ്ഥലത്ത് തന്നെ ഒരുപാടായിട്ട് കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ കുറച്ച് ജീവികളെ എന്ത് ചെയ്യാൻ പറ്റും, ആ ജീവിവർഗങ്ങൾ ഇല്ലാത്തൊരു പ്രദേശത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ദെൻ അത് മാത്രമല്ല, ഇതിന്റെ ഒരു ആദ്യ ഘട്ടം നിലയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ലൊക്കേഷൻ ആദ്യമായിട്ട് നടത്താൻ പോകുന്നത് വയനാടാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ ഒരു മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഒരു പ്രദേശമാണ് വയനാട് എന്ന് പറയുന്നത്. സോ അവിടെയാണ് എന്ത് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് എറൻഡിൽ 1 എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന കമ്പനി ഏതാണ്? അപ്പൊ ഇതാണ് എറൻഡിൽ 1 എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന കമ്പനി ഏതാണ്? അത് റിഫ്ലക്ട് ഓർബിറ്റൽ എന്ന് പറയുന്ന കമ്പനി കേട്ടോ. റിഫ്ലക്ട് ഓർബിറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ് എറൻഡിൽ 1 എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കാനായിട്ട് ഒരുങ്ങുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. സോ ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഹിരാകാശത്ത് നിന്ന് സൂര്യപ്രകാശം എന്ത് ചെയ്യുക, ആവശ്യമുള്ള സ്ഥലത്ത് പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ആവശ്യമുള്ള സമയങ്ങളിൽ ആവശ്യമുള്ള പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ്, പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട്, ഈ ഒരു ഉപഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരേ സമയത്തിന് അംഗീകാരം കിട്ടുകയും ചെയ്തു. അതേ സമയം തന്നെ ഇതിന് എഗൻസ്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ നടക്കുകയും
നടക്കുന്നുണ്ട്. ഇത് പാടില്ല, കാരണം ഇത് ഇത്തരത്തിലൊരു ഉപഗ്രഹം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഭാവിയിലുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾക്ക് അതൊരു തടസ്സമാകും എന്ന രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സോ ഒരേ സമയം പോസിറ്റീവും നെഗറ്റീവും ഉള്ളൊരു വിക്ഷേപണം കൂടിയാണ്. സോ വിക്ഷേപിക്കട്ടെ, ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാം, എറൻഡിൽ 1 എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങുന്ന കമ്പനി റിഫ്ലക്ട് ഓർബിറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ്. അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ദെൻ അതിനൊപ്പം തന്നെ ഓർത്ത് വയ്ക്കുക, കാരണം ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ സോളാർ പാനലുകളുടെ ഉപയോഗം കുറച്ചും കൂടെ കൂട്ടാനായിട്ട് പറ്റും കേട്ടോ. അതിന്റെ കുറച്ചും കൂടെ ഉപയോഗം കൂട്ടാനായിട്ട് പറ്റും. ദെൻ ചില അടിയന്തര സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ദുരന്ത നിവാരണ സമയങ്ങളിലൊക്കെ കുറച്ച് അങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സൂര്യപ്രകാശം ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് മേന്മകൾ കൂടി ഈ ഒരു വിക്ഷേപണത്തിനുണ്ട്. സോ എന്തായാലും ഓർത്ത് വെച്ചേക്കുക, ഇത് വിക്ഷേപിക്കട്ടെ. വിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിക്ഷേപണമാണ്, അതായത് ചൈനയുടെ വിക്ഷേപണമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കിഴക്കൻ ചൈന കടലിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആദ്യത്തെ ദൗത്യം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ദൗത്യത്തിന് കേട്ടോ. അപ്പൊ കിഴക്കൻ ചൈന കടലിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആദ്യത്തെ ദൗത്യം എന്നൊരു പ്രത്യേകത കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റിനുണ്ട്. സോ നമുക്ക് നോക്കാം. 2026 ജൂലൈയിൽ ഗ്രാവിറ്റി 1 എന്ന് പറയുന്ന റോക്കറ്റ്, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, കിഴക്കൻ ചൈന കടലിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആദ്യത്തെ ദൗത്യമാണ് ഗ്രാവിറ്റി 1 എന്ന് പറയുന്ന റോക്കറ്റ്. സോ ആ ഗ്രാവിറ്റി 1 റോക്കറ്റ് വിക്ഷേപിച്ചത് ഏത് സ്വകാര്യ കമ്പനിയാണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റി 1 എന്ന് പറയുന്ന റോക്കറ്റ് ഏത് സ്വകാര്യ കമ്പനിയുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓറിയൻ സ്പേസ്. ഏതാണ്? ഓറിയൻ സ്പേസ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഗ്രാവിറ്റി 1 എന്ന് പറയുന്ന റോക്കറ്റ്. ഈ പൊതുവായിട്ട് നമുക്കറിയാം, ഈ പറയുന്ന കടലിൽ നിന്നുള്ള വിക്ഷേപണം പൊതുവെ പല രാജ്യങ്ങളും എടുക്കാറില്ല. സോ ചൈന എന്ന് പറയുന്നത് ഈ പറയുന്ന കടലിൽ നിന്നും ഉപഗ്രഹം വിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് കേട്ടോ. അതായത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം ഈ ഒരു കടലിൽ നിന്ന് ഉപഗ്രഹം വിക്ഷേപിക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ ചൈന എന്ത് ചെയ്തിരിക്കുന്നു, ഗ്രാവിറ്റി 1 എന്ന് പറയുന്ന റോക്കറ്റ് 2026 ജൂലൈ മാസത്തിൽ വിക്ഷേപിച്ചിരിക്കുകയാണ്. പക്ഷേ ചൈന കടലിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്രാവിറ്റി 1 അല്ല, അത് ലോങ് മാർച്ച് 11 എന്ന് പറയുന്ന റോക്കറ്റ് ആണ്. 2019 സോ 2019 ആദ്യമായിട്ട് കടലിൽ വെച്ച് ചൈന എന്ത് ചെയ്യുന്നത്, റോക്കറ്റ് പരീക്ഷണം നടത്തുന്നത്. സോ റോക്കറ്റ് പരീക്ഷണം നടത്തുന്ന മൂന്നാമത്തെ രാജ്യമായിട്ട് ചൈന മാറുകയും ചെയ്തു. അമേരിക്ക, റഷ്യ എന്നിവരാണ് മറ്റുള്ളവര്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇതാണ്, ഗ്രാവിറ്റി 1 എന്ന് പറയുന്ന റോക്കറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ചൈനയിലെ ഒരു സ്വകാര്യ കമ്പനി ആയിട്ടുള്ള ഓറിയൻ സ്പേസ് വിക്ഷേപിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഈ പറയുന്ന ഗ്രാവിറ്റി 1ന്റെ മൂന്നാമത്തെ വിക്ഷേപണമാണ് എന്നുള്ള കാര്യം കൂടി പഠിച്ചു വെച്ചേക്കുക കേട്ടോ. മൂന്നാമത്തെ വിക്ഷേപണമാണ്. ദെൻ ഇതിനു മുൻപും ഈ പറയുന്ന ഗ്രാവിറ്റി 1 2024 25 ഒക്കെ വിക്ഷേപിച്ചിട്ടുണ്ട്. സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോ നമ്മുടെ പത്രങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് കണ്ടതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. ദെൻ എന്തുകൊണ്ടാണ് ഈ ഒരു കടൽ വിക്ഷേപണത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ആൻസർ കിട്ടും. കാര്യം പ്രത്യേകിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഡയറക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് നിശ്ചയിക്കാനായിട്ട് പറ്റും. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, പൊതുവെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ത് ചെയ്യുന്നു, ഈ ജനവാസ കേന്ദ്രങ്ങൾക്ക് അടുത്തൊക്കെ ആണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന കുറച്ച് റിസ്ക് ഉണ്ട്. സോ അത്തരത്തിൽ കടലിലാവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സോ അതും കൂടി ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ 10th ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് 30 സെറ്റ് ചോദ്യ പേപ്പറുകൾ, 3000 ചോദ്യങ്ങൾ, അതിന്റെ അനുബന്ധ വിവരങ്ങളാണ്. ടോപ്പിക് വൈസ് അല്ല, ഓരോ ചോദ്യ പേപ്പറുകളും അതിന്റെ എക്സ്പ്ലനേഷനും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റാം. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചതിന് ശേഷം അടുത്ത എക്സാം എഴുതാം. സോ ആ ഒരു രീതിയിൽ 30 ചോദ്യ പേപ്പറുകളാണ് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, പ്രീവിയസ് ഇയർ ഒരുപാടായിട്ട് PSC ചോദിക്കുന്നുണ്ട്. സോ പ്രത്യേകിച്ച് നമ്മുടെ വാരിയസ് LDC, അതുപോലെ തന്നെ നമ്മുടെ ഇനി വരുന്ന എന്താണ് നമ്മുടെ വെബ്കോ LDC, VFA പോലുള്ള എക്സാംസ് ഒക്കെ വരാനിരിക്കുകയാണ്. ഇതെല്ലാം ഈ LDC സിലബസിലാണ് വരുന്നത്. സോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു ബുക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളോ അല്ലെങ്കിൽ Amazon, Flipkart എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമോ, ഇനി അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് veranda.talentgala.com എന്ന് പറയുന്ന വെബ്സൈറ്റോ സന്ദർശിക്കുക. ഇനി അതുമല്ലെങ്കിൽ ഇവിടെ സ്ക്രീനിൽ തന്നിട്ടുള്ള 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതുവഴിയും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 30 ചോദ്യ പേപ്പറുകളുണ്ട്. 30 ചോദ്യ പേപ്പറുകളാകുമ്പോൾ 3000 ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കും. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഒരു എക്സാമിന്റെ മാർക്ക് ഏകദേശം സെറ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയുടെ തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ വികസന പദ്ധതി ഏതാണ്? അപ്പൊ ഇന്ത്യയുടെ തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ വികസന പദ്ധതി ഏതാണ്? കാവേരി 2.0 ആണ്. അപ്പൊ കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, കാവേരി 2.0 ആണ് ഇന്ത്യയുടെ തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ വികസന പദ്ധതി. അതായത് ഇപ്പോഴായിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയൊന്നും അല്ല, ഇതിന് മുൻപേക്ക് സ്റ്റാർട്ട് ചെയ്തൊരു പദ്ധതിയാണ് ഈ പറയുന്ന കാവേരി എഞ്ചിൻ വികസന പദ്ധതി എന്ന് പറയുന്നത്. കാരണം കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ 1986 ആരംഭിക്കുകയും അതിനുശേഷം 1989 ഇതിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം
നൽകുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഈ ഒരു പദ്ധതി മരവിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി മരവിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമായുള്ള ട്രസ്റ്റ് ലഭിച്ചില്ല എന്നൊറ്റ കാരണം കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു പദ്ധതി മരവിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇതിന് ജീവൻ വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച എഞ്ചിനുകൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതാണ് ആവശ്യമെന്ന് ഉള്ളൊരു ലക്ഷ്യത്തിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. സോ ഇതെന്തായാലും കംപ്ലീറ്റ് ആവട്ടെ. കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2026 ജൂലൈയിൽ ആന്ധ്രാപ്രദേശിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദം ഇതാണ്. നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്ന ഒരു പാൻഡമിക്കിന്റെ സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പുറത്ത് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും ഇത് പൂർണ്ണമായിട്ട് പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ, പല പേരുകളിൽ, പല വകഭേദങ്ങളിൽ ഇപ്പോഴും കോവിഡ് ഉണ്ട്. സോ അത്തരത്തിൽ 2026 ജൂലൈ മാസത്തിൽ ആന്ധ്രാപ്രദേശിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദത്തിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ഒമിക്രോൺ RF5. എന്താണ് ഒമിക്രോൺ RF5? സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 2026 ജൂലൈ മാസത്തിൽ ഒമിക്രോൺ RF5 എന്ന് പറയുന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയുക. അതിനുവേണ്ടി ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം പൊതുവെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു വേദി കൂടിയാണ്. അതുകൂടി നിങ്ങളോട് ഞാൻ ആദ്യമേ പറയാം. കാര്യം ഖേലോ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. ഖേലോ ഇന്ത്യയുടെ യൂത്ത് ഗെയിംസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട്, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. സോ ഇവിടെ വളരെ പ്രധാനപ്പെട്ട PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വേദിയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി. സോ 2026 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നു. 8ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ് എന്ത് ചെയ്യുന്നത് 2026 നടക്കാൻ പോകുന്നത്. അപ്പോൾ 8ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2026 നടക്കുന്നു. എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാനയിലാണെന്നുള്ള കാര്യം പഠിക്കുക കേട്ടോ. തെലങ്കാനയിലാണ്. ഇപ്പോൾ വേദി മാത്രമേ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഭാഗ്യചിഹ്നമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അനൗൺസ് ചെയ്യുന്ന മുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, അത് ചർച്ച ചെയ്യും. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, 8ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി 2026 നടക്കുന്ന 8ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് തെലങ്കാനയാണ്. അങ്ങനെയാണെങ്കിൽ 7ാമത് അഥവാ 2025 നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ബീഹാർ ആയിരുന്നു. അതിന്റെ ഭാഗ്യചിഹ്നം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഗജസിംഹയാണ് 2025 അല്ലെങ്കിൽ 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ദെൻ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 അതിന്റെ വേദി എന്ന് പറയുന്നത് തമിഴ്നാട് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അതിന്റെ ഭാഗ്യചിഹ്നം ഓർമ്മ കാണുമായിരിക്കും, വീരമംഗൈ. ഇതാണ് വീരമംഗൈ. അതായത് തമിഴ്നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്ഞിയാണ് വേലു നാച്ചിയാർ എന്ന് പറയുന്നത്. സോ വേലു നാച്ചിയാറുള്ള ആദര സൂചകമായിട്ടാണ് 2024 അല്ലെങ്കിൽ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വീരമംഗൈ എന്ന് പറയുന്ന ഒരു ഭാഗ്യചിഹ്നം കൊടുത്തത്. അപ്പൊ അതും കൂടെ ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് ഈ വേദിയും ഭാഗ്യചിഹ്നവും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിരിക്കും. ഇനി അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയുടെ 98ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? അപ്പൊ ഈ ഗ്രാൻഡ് മാസ്റ്ററേക്ക് ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെച്ച് പോക്കോ. കാര്യം 98 ആയി കഴിഞ്ഞു. ഇനിയിപ്പോ 100 ആകാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പൊ 100ാമത്തെ എന്തായാലും ഷുവർ ആയിട്ടും PSC ചോദിച്ചിരിക്കും. അപ്പൊ ആ പോകുന്ന വഴിക്ക് നമ്മൾ ഇതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇന്ത്യയുടെ 98ാമത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് അശ്വത് S. ആരാണ്? അശ്വത് S എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് പറയുന്നത് ഇന്ത്യയുടെ 98ാമത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. സോ അതും കൂടെ ഓർത്തേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 2026 ICC ഹാൾ ഓഫ് ഫെയിം ആണ്. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ക്രിക്കറ്റ് താരങ്ങൾ അവർ ക്രിക്കറ്റ് നൽകിയ സംഭാവനകളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, ICCയുടെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് ഉൾപ്പെടുത്താറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ICC ഹാൾ ഓഫ് ഫെയിം 2009 എന്ത് ചെയ്തത്, ആരംഭിച്ചത്. ഓരോ രാജ്യത്തു നിന്നും എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന ICC ഹാൾ ഓഫ് ഫെയിമിലേക്ക് ഓരോരുത്തരെ ഉൾപ്പെടുത്താറുണ്ട്. സോ അത്തരത്തിൽ 2026 ICC ഹാൾ ഓഫ് ഫെയിമിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണെന്നുള്ള കാര്യം പഠിക്കുക. ആ 3ൽ 2 പേർ ഇന്ത്യക്കാരാണ്. 3 പേർ ഉൾപ്പെടുത്തപ്പെട്ടു, അതിൽ 2 പേർ ഇന്ത്യക്കാരാണ്. സോ അതവിടെ നിൽക്കട്ടെ. 2025 ICC ഹാൾ ഓഫ് ഫെയിമിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? കാര്യം PSC ചോദിച്ചതാണ്. അത് മഹേന്ദ്ര സിംഗ് ധോണി. കൃത്യമായിട്ട് പഠിച്ചേക്ക് കേട്ടോ. ഇനി നമുക്ക് ഈ വർഷത്തെ ICC ഹാൾ ഓഫ് ഫെയിമിലേക്ക് വരാം. ഈ വർഷം 3 പേരാണെന്ന് പറഞ്ഞേ, 2 പേര് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞേ. അതിൽ ആദ്യത്തെ ആള് സൗരവ് ഗാംഗുലി ആണ്. അദ്ദേഹം ഇന്ത്യൻ താരമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ആയിരുന്നു, മുൻ BCCI പ്രസിഡന്റ് ആയിരുന്നു, ദാദ എന്നറിയപ്പെടുന്നുണ്ട്. ദെൻ 2003 ICC ഏകദിന ലോകകപ്പില് ഇന്ത്യൻ ടീം ഫൈനലിൽ കളിച്ചപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു? അതും ഗാംഗുലി ആയിരുന്നു. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് അഞ്ജുൻ ചോപ്രയാണ്. ഈ അഞ്ജുൻ ചോപ്ര നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? കാരണം ഇതൊരു വനിതാ ക്രിക്കറ്റ് താരമാണ്. അധികമൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. കാര്യം ഇപ്പോഴത്തെ കുറച്ച് താരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴാണ് ഈ പറയുന്ന വനിതാ ക്രിക്കറ്റ് ഒക്കെ സജീവമായി തുടങ്ങുന്നത്. സോ മുൻപ് നമ്മുടെ വനിതാ ക്രിക്കറ്റിൽ തിളങ്ങിയിരുന്ന ഒരു താരമാണ് അഞ്ജുൻ ചോപ്ര എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നിങ്ങൾ അഞ്ജുൻ ചോപ്രയുമായിട്ട് ബന്ധപ്പെട്ട ഓർത്തു വെക്കാനുള്ളത്. അതായത് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ
കളിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് അഞ്ജും ചോപ്ര. അപ്പൊ എന്താണ് അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ജും ചോപ്രയാണ്. അവിടെ കൊണ്ട് മാത്രം കഴിഞ്ഞില്ലേ, ഒരെണ്ണം കൂടിയുണ്ട്. അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ 1000 റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ആര് തന്നെയാണ്? അഞ്ജും ചോപ്രയാണ്. സോ അത് രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി മൂന്നാമത്തെ താരം എന്ന് പറയുന്നത് കെവിൻ പീറ്റേഴ്സൺ ആണ്. അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ താരമാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും മികച്ച ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്, ക്യാപ്റ്റൻ ആണ്. അപ്പോൾ കെവിൻ പീറ്റേഴ്സണും 2026 എന്ത് ചെയ്തു? ICC ഹാൾ ഓഫ് ഫെയിമിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ടു. സോ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ്. അതായത് നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ഈ വർഷം ഒരുപാട് പ്രധാനപ്പെട്ട സ്പോർട്സ് ഈവന്റുകൾ നടക്കുന്നുണ്ട്. T20 വേൾഡ് കപ്പ് കഴിഞ്ഞു, IPL കഴിഞ്ഞു, WPL കഴിഞ്ഞു, ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞു, വിന്റർ ഒളിമ്പിക്സ് കഴിഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഈവന്റുകൾ കഴിഞ്ഞിരിക്കുകയാണ്. സോ അത്തരത്തിൽ മറ്റൊരു ഈവന്റ് കൂടി വന്നിരിക്കുന്നു, കോമൺവെൽത്ത് ഗെയിംസ് ആണ്. നമുക്കറിയാം ബ്രിട്ടന്റെ കോളനികളായിരുന്ന രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായിക മേളയാണ് എന്തെന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസ് അല്ലെ. ഇനി ഇത് എന്നാണ് തുടക്കം കുറിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1930 ഇതിന് തുടക്കം കുറിച്ചത്. ഇതിന്റെ ആദ്യത്തെ വേദി എന്ന് പറയുന്നത് ഹാമിൽട്ടൺ ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തു വച്ചേക്കുക. ഇനി 1930 തുടക്കം കുറിക്കുന്ന സമയത്ത് ഇതിന്റെ പേരെന്ന് പറയുന്നത് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. ദെൻ 1954 ഇതിന്റെ പേര് മാറ്റിയിട്ട് ബ്രിട്ടീഷ് എംപയർ ആൻഡ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന പേര് മാറ്റി. ദെൻ 1978 മുതലാണ് ഇന്നത്തെ ഒരു പേര് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്ന പേരിലേക്ക് വരുന്നത്. 1978 എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. കാരണം ഞാൻ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ 1930 കോമൺവെൽത്ത് ഗെയിംസിനെ തുടക്കം കുറിച്ചു എങ്കിൽ 2030 എന്ന് പറയുന്നത് അതിന്റെ 100ാം വാർഷികം അല്ലേടാ. അപ്പൊ 2030 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ അഹമ്മദാബാദ് അല്ലെ. അഹമ്മദാബാദ്, ഇന്ത്യയിലെ അഹമ്മദാബാദിലാണ് 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുക. സോ ഒരു വേദിയായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്ന നഗരം ഏതാണ്? കാര്യം ഈ വർഷം ചോദിക്കാനുള്ള നല്ലൊരു ചോദ്യമാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കുക? ഗ്ലാസ്ഗോയിലാണ്. ഗ്ലാസ്ഗോ എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുക. കാര്യം തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഓഗസ്റ്റ് 2 വരെ എന്ത് ചെയ്യുന്നു? ഈ കോമൺവെൽത്ത് ഗെയിംസ് നീണ്ടു നിൽക്കും. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യും. സോ അതെന്തോ ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്ഗോ ആയിരുന്നോ 2026 ആതിഥേയത്വം വഹിക്കേണ്ടിയിരുന്നത്? അല്ല, ഓസ്ട്രേലിയയിലെ വിക്ടോറിയ നഗരമായിരുന്നു ഇതിന് ആതിഥേയത്വം വഹിക്കേണ്ടത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണം എന്ത് ചെയ്തു? അവരെ ഹോസ്റ്റ് ചെയ്തില്ല. പകരം എന്ത് ചെയ്തു? ഗ്ലാസ്ഗോയിലേക്ക് കോമൺവെൽത്ത് ഗെയിംസ് മാറ്റുകയായിരുന്നു. അപ്പൊ അതുകൂടെ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ദെൻ വളരെ സഡൻ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഇവന്റുകൾ, കഴിഞ്ഞ തവണത്തെക്കാൾ കുറച്ച് ഇവന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ കുറവ് ഇവന്റുകൾ മാത്രമേ ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിലുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നോക്കുക. സോ എന്തായാലും ഈ ഒരു ഇവന്റ് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിന് ഒരു ഭാഗ്യചിഹ്നമുണ്ട്. എല്ലാ കോമൺവെൽത്ത് ഗെയിംസിനും ഉള്ളതുപോലെ ഇതിനൊരു ഭാഗ്യചിഹ്നമുണ്ട്. ഭാഗ്യചിഹ്നത്തിന്റെ പേരെന്ന് പറയുന്നത് ഫിന്നി എന്നുള്ളതാണ് ഇതിന്റെ ഭാഗ്യചിഹ്നം. ഈ ഫിന്നി എന്ന് പറയുന്നത് ഒരു യൂണിക്കോൺ എന്ന് പറയുന്ന ജീവിയാണ്. യൂണിക്കോൺ എന്ന് പറയുന്ന ഒരു ജീവിയാണ്. അത് കാണാൻ കുതിരയെ പോലെയൊക്കെ ഇരിക്കുന്ന, ഫ്രണ്ടിൽ ഈ കാണ്ടാമൃഗത്തിന്റെ പോലൊരു കൊമ്പൊക്കെ ഉള്ള ഒരു ജീവിയാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. ദെൻ ഇതൊരു സാങ്കല്പിക ജീവിയാണ്. ഞാൻ അതുകൂടെ പറയാം, അങ്ങനെ ഒരു ജീവി ഇല്ല. ഇതൊരു സാങ്കല്പിക ജീവിയാണ്. സ്കോട്ട്ലൻഡിന്റെ ദേശീയ മൃഗമാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. അതൊരു സാങ്കല്പിക ജീവിയാണ്. സോ ആ യൂണിക്കോൺ ആണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. അതിന്റെ പേര് ഇതാണ്, ഫിന്നി. ആ പേര് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഫിന്നിയാണ് അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. സോ അത് ഓർത്തു വയ്ക്കുക. ദെൻ നമുക്കിപ്പോ ഇവിടെ 2026 പറഞ്ഞതുകൊണ്ട് തന്നെ 2022 കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർമിംഗ്ഹാമിലാണ് കേട്ടോ. ബർമിംഗ്ഹാം, നിങ്ങൾ പേര് ഈ വേദി ഒന്ന് ഓർത്തു വയ്ക്കുക. ബർമിംഗ്ഹാം ആണ്. ഇന്ത്യ 4ാം സ്ഥാനത്തായിരുന്നു. മെഡൽ ടേബിളിൽ ഇന്ത്യ 4ാം സ്ഥാനത്തായിരുന്നു. കാരണം ഇന്ത്യ 22 ഗോൾഡ് മെഡലുകളാണ് നേടിയത്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കണം, 2022 ബർമിംഗ്ഹാമില് ഇന്ത്യ 4ാം സ്ഥാനത്ത്. ദെൻ 22 ഗോൾഡ് മെഡലുകൾ നേടി. 2026 എവിടെയാണ്? ഗ്ലാസ്ഗോയിലാണ്. 2030 അഹമ്മദാബാദിലാണ്. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാമിൽട്ടണിലാണ്. സോ അത്രയും കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഈവന്റ് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ CPO ആൻഡ് WCPO സ്പെഷ്യൽ ടോപ്പിക്കിനെ പറ്റിയാണ്. നമുക്കറിയാം ഫോഴ്സ് എക്സാമിൽ സ്പെഷ്യൽ ടോപ്പിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. സ്പെഷ്യൽ ടോപ്പിക് ആണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. സോ അത്തരത്തിൽ ചാനലിന്റെ ഏറ്റവും പുതിയ CPO WCPO സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് സിലബസ് ഓറിയന്റ് ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 2027 വരാനിരിക്കുന്ന CPO എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പുസ്തകം വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുന്നേ തന്നെ പുസ്തകം വായിച്ച് നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വിനോദത്തല ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ഇതൊക്കെ സന്ദർശിച്ചാൽ മതിയാവും. ഇനി അതല്ല എങ്കിൽ 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും.
അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബിയുടെ എന്താണ് പുനഃസംഘടന പഠിക്കാനായിട്ട് രൂപീകരിച്ച 5 അംഗ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ ആരാണ്? സുധാ പിള്ളയാണ്. അതിനുശേഷം സംസ്ഥാന എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കാനായിട്ട് കേരള സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരുന്നത്. പൂർണ്ണമായിട്ടും മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഏജൻസി പഠിക്കുക എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അടുത്ത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു? മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനായിട്ട് വനത്തിനുള്ളിൽ തന്നെ വന്യജീവികളുടെ ശാസ്ത്രീയ പുനരധിവാസം അഥവാ ട്രാൻസ്ലൊക്കേഷൻ ചെയ്യാനായിട്ട് കേരളം ഒരുങ്ങാൻ പോവുകയാണ്. ആദ്യമായിട്ട് വയനാട് നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം എറൻഡിൽ 1 എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കാനായിട്ട് റിഫ്ലക്ട് ഓർബിറ്റൽ എന്ന് പറയുന്ന കമ്പനി ഒരുങ്ങുകയാണ്. ഒരേ സമയം വിമർശനവും ഉണ്ട്, ഒരേ സമയം അനുമതിയും കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. എന്ത് ചെയ്യുന്നു? നമ്മുടെ രാത്രി കാലങ്ങളിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? സൂര്യപ്രകാശം സെലക്ട് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഫ്ലക്ട് ചെയ്യിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഉപഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട മേന്മ. അതിനുശേഷം പറഞ്ഞത് 2026 ജൂലൈയിൽ ഗ്രാവിറ്റി 1 എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപിച്ച സ്വകാര്യ കമ്പനി ഏതാണ്? അത് ഓറിയൻ സ്പേസ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം പറഞ്ഞു ഇന്ത്യയുടെ തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ വികസന പദ്ധതി കാവേരി 2.0. അതിനുശേഷം പറഞ്ഞു 2026 ജൂലൈയിൽ ആന്ധ്രാപ്രദേശിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദം എന്താണ്? അതിന്റെ പേര് ഒമിക്രോൺ RF5 എന്നുള്ളതാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഇന്ത്യയുടെ 98ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്ന് പറഞ്ഞു? അത് അശ്വത് എസ് ആണ്. 2026 ICC ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെയാണെന്ന് പറഞ്ഞു? 2 ഇന്ത്യക്കാരുണ്ട്, സൗരഭ് ഗാംഗുലിയും അതുപോലെ തന്നെ അഞ്ജു ചോപ്രയുമാണ്. ഇനി അഞ്ജും ചോപ്ര എന്ന് പറയുന്ന താരത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അതായത് ICC ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന 3ാമത്തെ വനിതയാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനു മുൻപ് ഡയാന എഡുൽജിയും അതുപോലെ തന്നെ നീതു ഡേവിഡും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറയുന്ന ICC ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരാളെന്ന് പറഞ്ഞ കെവിൻ പീറ്റേഴ്സൺ കേട്ടോ. അപ്പൊ 3 പേരാണ് 2026 ICC ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം കേരള ക്രിക്കറ്റ് ലീഗിൽ അനീഷ് പി രാജൻ കളിക്കുന്ന ടീം ഏതാണെന്ന് പറഞ്ഞു? കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് ആണ്. അതിനുശേഷം 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി പറഞ്ഞു ഗ്ലാസ്കോ. 8ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദിയാവുന്ന എവിടെയാണെന്ന് പറഞ്ഞു? തെലങ്കാന. സോ ഈ 2 വേദികളും കൃത്യമായിട്ട് ഓർക്കുക, കാരണം സ്പോർട്സിന്റെ വേദികളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2026 ജൂലൈയിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായിട്ട് നിയമിതനായത് ആരെന്നാണ്? KM ചന്ദ്രശേഖർ, പ്രഭാത് പട്നായിക്, VK രാമചന്ദ്രൻ, CV പത്മരാജൻ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കായിട്ട് സർക്കാർ ആരംഭിക്കുന്ന പലിശരഹിത സംരംഭ വായ്പാ പദ്ധതിയുടെ പേരെന്താണ്? ആശ്രയ, സ്ത്രീശക്തി, പ്രിയദർശിനി, സീനിയർ സെക്യൂർ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2026 ജൂലൈ മാസത്തിൽ ഉക്രൈന്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് ആരെന്നാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് സെർഹി കൊററ്റ്സ്കി എന്നുള്ളതാണ് ഇതിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം 2026 ജൂലൈയിൽ ഓപ്പൺ എയുടെ ചീഫ് ടെക്നോളജി ഓഫീസറായിട്ട് നിയമിതനായത് ആര് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഉദയ് രുദ്ര രാജു എന്നുള്ളതാണ്. സോ ഇതും കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജൂലൈ 24 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.